അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായ്പ്പോഴും കുടുംബങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് കുടുംബം. ചിലപ്പോ ഞാനും ഏട്ടനും തമ്മിൽ, ചിലപ്പോ ഞാനും മക്കളും തമ്മിൽ, ചിലപ്പോ മക്കള് തമ്മിൽ, അല്ലെങ്കിൽ അച്ഛയും മക്കളും തമ്മിൽ, അങ്ങനെ പല വിധത്തിലായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ അരങ്ങേറുന്നത്. ഇന്നിപ്പോ ഞാനും ഏട്ടനും കൂടി ആയിരുന്നു നിസ്സാര കാര്യത്തിന് ഒരടിപിടി. അത് കഴിഞ്ഞു മൂപ്പര് അങ്ങനെ പോയി TV കണ്ടു. ഞാൻ അടുക്കളയിൽ എന്റെ പാട്ടിന് എന്റെ പണികൾ എടുക്കുകയാണ്. ഇന്നിപ്പോ പ്രത്യേകിച്ചൊന്നും തിന്നല്ല എന്ന് വെച്ചാൽ ചോറും കറിയൊന്നും അല്ലാണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ തോന്നൂലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് തേങ്ങാപ്പൂളും അതുപോലെ ശർക്കര കൊത്തും കൂടി എടുത്ത് ഇങ്ങനെ കടിച്ചമച്ച് തിന്നും. നല്ല സ്വാദാണ് അങ്ങനെ തിന്നാൻ. തിന്നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. തേങ്ങ ഉണ്ടാകുമ്പോ മാത്രം ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ അടുക്കളയിൽ പോയി എടുക്കുമ്പോഴേ അമ്മയടുത്തുനോ ഭാര്യടുത്തുനൊക്കെ നല്ല അടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ തേങ്ങാപ്പൂളും ശർക്കരയൊക്കെ തിന്നപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് ഒടികൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ 2 സ്റ്റെപ്പൊക്കെ കാണിച്ചത്. അതുപോലെ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള ഈ നൈറ്റി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാത്തിമാസ് നൈറ്റി എന്നുള്ള പേജിൽ നിന്ന് വന്നെയാണ്. നല്ലൊരു ഫ്രോക്ക് നൈറ്റി കേട്ടോ. കോളർ നെക്കൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതുപോലത്തെ നൈറ്റീസ് വേണമെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഫാത്തിമ നൈറ്റീസിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒരു റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. ഇന്നിപ്പോ നട്ടുച്ചയായിട്ടാണ് ചോറിനുള്ള കൂട്ടാനും മീൻ വറക്കലൊക്കെ ആക്കണത്. കുഞ്ഞമത്തി 1 കിലോ ആണ് കിട്ടിയത്. അപ്പൊ ഇത്തിരി നേരം മെനക്കെടണമല്ലോ. അപ്പൊ കുഞ്ഞമത്തി മൊത്തം നേരെയാക്കിയപ്പോ അതൊക്കെ വല്ല പരലിന്റെ ഒക്കെ കണക്ക് എത്ര കുഞ്ഞിതാണെന്ന് അറിയോ. പക്ഷെ ഇതിന്റെ സ്വാദ് അപാരാണ് കേട്ടോ. അപ്പൊ മത്തി ഇട്ടിട്ട് വെറുതെ പുളിയാക്കൂലേ നമ്മള്, എന്താ പറയാ, മത്തി മുളകിടുക ഒക്കെ പറയൂലേ, അങ്ങനെ സിമ്പിളായി മുളകിട്ടു. അതുപോലെ ബാക്കിയുള്ള മത്തി ഇതാ നല്ല ഉള്ളിയും കുരുമുളകൊക്കെ അരച്ച് വറുത്തു. 1 പിടി മാറ്റിച്ചിട്ടുണ്ട്. അത് ഇനി നമുക്ക് ഇപ്പൊ ഉച്ചാകുമ്പോ കഴിഞ്ഞ വൈകുന്നേരത്തേക്ക് എടുക്കാച്ചു. ഇവിടെ അങ്ങനെ 2 മീൻ 3 മീൻ കൂട്ടി തീറ്റയൊന്നുമില്ല. മധ്യവോളം വറക്കണത് കൂട്ടി കഴിക്കുക. പിന്നെ അടുത്ത നേരത്തേക്ക് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പോലെ മുട്ട കുത്തിപ്പൊരിക്കോ പപ്പടം കാച്ചോ ചമ്മന്തി അരക്കോ എന്തേലൊക്കെ ഒപ്പിക്കും. ഉള്ള ഒരു നേരം അർമാദിച്ചത് കഴിക്കും കേട്ടോ. മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ 3ാമതിന്റെ ആവശ്യമില്ല. ഏട്ടൻ പൂള ഉണ്ടെന്നിരുന്നു. അപ്പൊ അതില് 1 പൂള ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറയണേടി ആ പൂളെ കൂടെ എന്തേലും കൂട്ടി ഒരു കട്ടക്കറി ഉണ്ടാക്കിക്ക. അപ്പൊ അവർക്ക് അങ്ങനത്തെ കറി നല്ല ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചിട്ട് ഉണ്ടാക്കാതിരുന്ന മോശമല്ലേ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു കറിയും കൂടി ആക്കുന്നുണ്ട്. ഒരു പൂള കുറച്ചായതുകൊണ്ട് തന്നെ കറിയുടെ അളവ് ഇത്തിരി കൂട്ടാനായിട്ട് ഒരു കറുവത്തും കൂടെ കൂട്ടാച്ചു. ഏട്ടന് യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കൈമുട്ട് കാൽമുട്ടൊക്കെ വേദനയൊക്കെ ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത പറഞ്ഞാണ്. അപ്പൊ അന്നിങ്ങനെ ഈ പൂളക്കിഴങ്ങ് അതുപോലെ ചേന ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പർക്കാണെങ്കിൽ ഈ വക ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുന്നേക്ക് എപ്പോഴും പൂള കണ്ട മേടിച്ചോണ്ട്. ഇപ്പൊ അത് ഇത്തിരി കമ്മിയാക്കിയിട്ട് വല്ലപ്പോഴും ഒക്കെ മാത്രം മേടിച്ചോണ്ട്. അതിപ്പോ കൊണ്ടുവന്നപ്പോ എടുത്ത് പുഴുങ്ങി അതിന്റെ ബാക്കി 1 കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പൊ അത് മൂപ്പര് കണ്ടു. അപ്പൊ തുടങ്ങിയാണ് എന്റെ അടുത്ത് ഇത് കൂടെ കറുത്തുകായോ ചേമ്പും തണ്ടോ എന്തെങ്കിലും കൂട്ടിയിട്ട് ഈ ഉണ്ടാക്കണ ഒരു കട്ടക്കറി ഉണ്ടല്ലോ അതുപോലെ ആക്കിട്ടാ ചോറിന് അത് ചൂടോടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പൊ ഇന്നിപ്പോ വേണമെങ്കിൽ ഉണ്ടാക്കാണ്ടിരിക്കാം. നമുക്ക് കറിയും ഈ വറുത്തൊക്കെ ഉള്ളതാണ്. അപ്പൊ പിന്നെ ഇനി ആ പൂളെ വെച്ച് നീലം പായച്ച് വെറുതെ കളയണ്ടല്ലോ ഓർത്ത് ഞാനത് ഇപ്പൊ ഒന്ന് ഉച്ചാകുമ്പത്തേക്ക് തന്നെ ആക്കാച്ചു. അപ്പൊ നമ്മുടെ അടുക്കളപ്പുറത്തുള്ള ആ കറുവത്തുമ്പോ നമ്മൾ ആ കത്തി വെച്ച് ഒരു കുഞ്ഞി കറുവത്തിനെയൊക്കെ കുത്തി ചാടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അത് അപ്പുറത്തേക്ക് വീണു. അപ്പൊ അച്ഛസ എടുക്കാൻ പോയിരിക്കാൻ ഇതുണ്ടല്ലോ റംബൂട്ടാനാണ് കേട്ടോ. അപ്പൊ റംബൂട്ടാന്റെ ഒക്കെ ഒരു മരം പിടിച്ച സന്തോഷം നിങ്ങൾക്കത് കാണിച്ചു തന്നെയാണ്. കായൊന്നും ഉണ്ടായിട്ടില്ല. 2 തൈ വെച്ചാണ്. പക്ഷെ ഒരെണ്ണേ പിടിച്ചുള്ളൂ. ചിലർ പറയുന്നു 2 തൈ ഉണ്ടെങ്കിൽ ഇതിൽ കായ ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ അടുത്ത് ഒരു അരിനെല്ലി ഉണ്ട്. അരിനെല്ലി അങ്ങനെ തന്നെയാണ്. അതിൽ കായ ഉണ്ടാവണില്ല. അതങ്ങനെ മരമായിട്ട് നിൽക്കുക. അരിനെല്ലിയും പിന്നെ ഇരുമ്പാമ്പുളി ഒപ്പം കുത്തിയതാ. ഇരുമ്പാമ്പുളിയിൽ കൊല്ലം കായ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സപ്പോർട്ട് അതെങ്ങനെ കുഞ്ഞു പൂക്കൾ വരും, കൊഴിയും നല്ലാണ്ട് കായ്ക്കണില്ല. അപ്പൊ ഇതിലൊക്കെ കായ ഉണ്ടാവാനും പൂവ് ഉണ്ടാവാനും ഒക്കെ നമ്മുടെ എന്താ പറയാ ഓർഗാനിക് ലൈഫ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തരാറുണ്ട്. ഞാൻ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ആഴ്ചയിൽ 1 തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂവും കായൊക്കെ ഉണ്ടാവും. അത്രേ നോക്കാം. ട്രൈ ചെയ്തിട്ട് ജെന്യൂനായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ റിവ്യൂ കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ നല്ല പന്നിശല്യാണ് കേട്ടോ. ഞങ്ങളുടെ അടുക്കളപ്പുറത്തും പിന്നാമ്പുറത്തൊക്കെ എന്തുമാത്രം ചേമ്പുണ്ടായിരുന്നു അറിയോ. നല്ല ചേമ്പ് കുത്തിയിട്ട് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം പന്നിയോട് വന്ന് കുത്തി കളച്ച് പറിച്ച് നാശാക്കി. ഇപ്പൊ അവിടെ 1 2 ഉണ്ടായി. ഇന്നാണ് ഇപ്പൊ 2 3 കുഞ്ഞേ തണ്ടുമൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ പൂളക്കിഴങ്ങിന്റെ കൂടെ ഉണ്ടല്ലോ കറുത്തുകായ, ചേമ്പൻ തണ്ട്, ചേമ്പ് ഉരുണി, ഇതെല്ലാം കൂടെ നല്ലോണം തിരിത്തോനെ ചീനമുളകൊക്കെ ചതച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒരു കട്ടയാക്കി വേവിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചുണ്ടല്ലോ ചോറിന് വേറെ ഒന്നും വേണ്ട. നല്ല സ്വാദാണ്. ചൂടോടെ ഇങ്ങനെ ചോറിലൊഴിച്ച് കഴിക്കണം. എന്റെ അടുത്ത് ഇപ്പൊ ചീനമുളകൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കറി ആക്കാൻ പോണ്ട്. അതുപോലെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിലൊന്നും വേവിക്കാണ്ട് നല്ല ചട്ടിയിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിലും സ്വാദിനൊക്കെ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാവും. ഞാൻ പക്ഷെ ഇന്നിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ അടുത്ത് ഒരൊറ്റ ചട്ടിയുള്ളൂ. അത് മീൻകറി സാധാ കറികളൊക്കെ വെക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പോ അത് ഒഴിച്ച് വേറൊരു പാത്രത്തിലാക്കി പിന്നെ ഇതായി
അതിലോട്ടിട്ട് വേവിക്കുന്നൊക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ ഒരു കറി കുക്കറിൽ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ എന്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കാണിച്ച് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കമന്റ്സിൽ പറയലുണ്ട്. അപ്പോൾ നമ്മള് ഫാമിലി വ്ളോഗേഴ്സ് അല്ലേ, വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും തന്നെയാണ് നമ്മളുടെ ഒരു കണ്ടന്റ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമാവണില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാണ്ടിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ചാനല് ബ്ലോക്ക് ചെയ്യോ ഹൈഡ് ചെയ്യോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഇടുമ്പോഴത്തേക്കും ഒത്തിരി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മളെ വീഡിയോ കാണും. ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവര്, ഞാൻ ഇതിൽ എന്താ കാണിക്കണേ അറിയാൻ വേണ്ടി മാത്രം എത്തി നോക്കണവര്, പല പല രീതിക്കുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങളുടെയൊക്കെ കമന്റ്സ് അത് നമ്മള് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കമന്റ് ഇടാനുള്ള ഓപ്ഷൻ തരുന്നത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വേണേ പറയാം. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അല്ലാതെ പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. നമുക്കിപ്പോ അതില് അത്രയും അസഹനീയമായ കമന്റ്സിനെ ഡിലീറ്റ് ആക്കാനും ഹൈഡ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ എല്ലാ പ്ലാറ്റ്ഫോമും തരുന്നുണ്ട്. അപ്പൊ നമുക്കും അതൊക്കെ വേണേ ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യാതിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫീൽഡിനെ നമ്മളൊരു ജോലിയായിട്ട് കണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിൽ വരുന്ന ഇത്തരം ദുരനുഭവങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി മാനസികമായും ശാരീരികമായും റെഡി ആയിട്ട് ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മളെ ഇത് ഒരുപാട് അങ്ങ് ബാധിക്കില്ല. അതെല്ലാം തുടക്കത്തിലാണ്, പിന്നെ പിന്നെ പ്രശ്നമില്ല. ഇനിയിപ്പോ ഇത്രയും നാളും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് സമയം കളയാൻ എനിക്കില്ല. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി, എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കട്ടെ. അത് മറ്റുള്ളവരെ ഒട്ടും വേദനിപ്പിക്കാതെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചോ വേദനിപ്പിച്ചോ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കിയോ അവരെ പറ്റി പറഞ്ഞോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഞാൻ എന്റേതായ ലോകത്ത് എന്റേതായ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും ആയിരിക്കും ചെയ്യേണ്ടാവുക. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാ നിങ്ങളുടെ ചോയ്സാണ് ഇത് കാണണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇറിറ്റേറ്റ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് എല്ലാം ഒഴിവാക്കാം. ഞാനുള്ള ആ വശത്തേക്ക് നോക്കാണ്ടിരിക്കാം എന്നൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടേ പറ്റൂ, എന്നോട് 4-5 വാക്ക് ചൊറിഞ്ഞേ പറ്റൂ എന്നൊരു വാശിയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ. എനിക്കതുകൊണ്ട് എന്തായാലും ദോഷമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂ. ഇടയിൽ എന്റെ അച്ചൂട്ടനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോ അമ്മേനെ വരച്ചിരിക്കുക. വലിയ കലാകാരനാണെന്ന് ആ വരച്ച ചിത്രം കാണുമ്പോ നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും കേട്ടോ. കൈയും വെച്ചിട്ട് ഇങ്ങനെ മൊബൈലില് അങ്ങനെ ചിത്രം വരൂല്ലോ, അങ്ങനെ വരച്ചുണ്ടാക്കിയിരിക്കുകയാണ്. എന്റെ ആ കോടിയ മോന്തൊക്കെ കറക്റ്റ് ആയിട്ട് അതേമാതിരി എന്നെ വരച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി ഞാൻ അവനെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. തപ്പോട്ടി പൊക്കോളൂ, ഇഞ്ഞു കോലാറ്റിക്ക് കുട്ടി പൊക്കോളൂ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും എനിക്ക് അമ്മേനെ വരച്ചവര് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. അവന് ഇത്തിരി സമയം കിട്ടിയേക്ക് എന്തൊക്കെ പണി തരാം അതൊക്കെ അവൻ തന്നുകൊണ്ടേയിരിക്കേ. ഇപ്പൊ നമ്മളിത് എളുപ്പമായിട്ട് നമ്മളെ കറി ഉണ്ടാക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ കറികൾ കഴിച്ചവരുണ്ടോ കഴിക്കാത്തവരുണ്ടോ ഒക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കി, വെറുതെ ഒന്നറിയാലോ. അപ്പൊ നമ്മള് കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ ഒരു 2 വിസില്, ശരിക്കും ഒറ്റ വിസിലേ വേവും, എന്നാലും ഒരു ഇത്തിരി കട്ടയായി എല്ലാം കൂടെ അങ്ങ് കൂടി ചേർത്തെ ഓർത്ത് ഞാൻ 2 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വിസിൽ വന്നു കഴിഞ്ഞാല് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കറി സെറ്റ്. ശരിക്കും ഇങ്ങനത്തെ കൂട്ടാണ്ടല്ലോ ചോറിക്ക് മാത്രല്ല, ഈ ഉച്ചരിങ്ങ നമ്മള് കട്ടനൊക്കെ ആക്കിയിട്ട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതൊരു പാത്രത്തേക്ക് എടുത്ത് ഇങ്ങനെ കോരി തിന്നുക, കട്ടൻ കുടിക്കുക, ഒരു പ്രത്യേക വൈബവും സ്വാദൊക്കെയാണ്. മാത്രല്ല ഇങ്ങനത്തെ കൂട്ടാനിക്കുണ്ടല്ലോ, കട്ട കൂട്ടാനിക്ക് കുറച്ച് മീൻചാറ് ഒഴിച്ച് അങ്ങനെ കോരി കുടിച്ചാലും നല്ല സ്വാദാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഈ പൂളയും ചേമ്പും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മീൻചാറൊക്കെ കൂട്ടി കഴിക്കും. മീൻചാറല്ല മീൻകറി അങ്ങനെയും പറയും ഞങ്ങൾ കേട്ടോ. ഇവിടെ ചെറുപ്പശ്ശേരിയൊന്നും ചാറ് എന്ന് പറയില്ല, അതൊക്കെ ഭയങ്കര നിഷിദ്ധമാണ്. അതൊക്കെ നമ്മുടെ മലപ്പുറം, നമ്മുടെ പാലാക്കര നാട്ടിലെ ഭാഷയാണ്. നമ്മൾ എന്തോരം അഭിനയിച്ചാലും നമ്മുടെ ഭാഷ എങ്ങനെയെങ്കിലുമൊക്കെ ചില സമയത്ത് പുറത്ത് ചാടുമല്ലോ. ഈ പാലക്കാടും മലപ്പുറവും രണ്ട് രീതിക്കുള്ള ഭാഷയാണ്. രണ്ടും കൂടെ മിക്സായി ഒരു വല്ലാത്ത ഭാഷയായി മാറിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്ന എല്ലാവരും ഇപ്പൊ പറയാറ് കേട്ടോ. അതെന്റെ പ്രശ്നമല്ല. 10-17 വയസ്സ് വരെ അവിടെ ജീവിച്ചു. ഇപ്പൊ 10-36 വയസ്സായി. ഇത്രയും കാലം ഇതാ ചെറുപ്പശ്ശേരി നമ്മുടെ പാലക്കാട് ജില്ലയിൽ ജീവിച്ചു. ഈ 2 ഭാഷയും കൂടെ എന്നെ ഇങ്ങനെ ആക്കി പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പഴേ അതൊക്കെ അവിടെ കട്ടെ. നമ്മുടെ മീൻ വറുത്ത ചട്ടിയിലാണ് അച്ചൂസിന് നിന്ന് ചട്ടിച്ചോറ് കൊടുക്കാൻ പോണേ. വെളിച്ചെണ്ണയിലാണ് മീൻ വറുത്തത്, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. മീൻ വറുത്ത് കഴിഞ്ഞാൽ ചട്ടിക്ക് ഇവിടെ രണ്ടും കൂടി നല്ല അങ്കമട്ടാണ്. ഇന്നിപ്പോ എന്തായാലും ചട്ടി കസ്താക്കിന്റെ അച്ചൂസാണ്. അതിക്ക് പിന്നെ മത്തിക്കറി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ചട്ടിച്ചോറിന് തല്ലുമക്കണൊന്നും കൂട്ടാണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മത്തിക്കറി ഒഴിച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവന് ഞാൻ മത്തി വറുത്തതും മത്തിക്കറിയും ഒക്കെ ആയിട്ട് അവനും ചോറ് കൊടുത്തു. പിന്നെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കാൻ പോണ കൂട്ടുണ്ടല്ലോ, ആ ഒരു പൂളയും ചേമ്പും തണ്ടും കറി, അത് 2 ആക്കും വേണ്ട. 2K കിഡ്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കറികളൊന്നും വലിയൊരു പിടുത്തം ഉണ്ടാവില്ലല്ലോ. ഇൻസ്റ്റയില് ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുക്കർ കറിയിലെ റെസിപ്പി എന്ന് പറയാം
പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പം റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചേമ്പുർണി, അതുപോലെ പൂള, ചേമ്പും തണ്ട്, കറുവത്ത്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചീനമുളക് ഇട്ടിട്ട് വേവിക്കുക. ചീനമുളക് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. അത് വെന്ത ഉടനെ വെളിച്ചെണ്ണ ഒഴിച്ച് വേടിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വറുത്തിടും കൂടി വേണ്ട. ചിലവർ ഇതിൽ ഉള്ളി തൂമിച്ച് കടുവും പൊട്ടിക്കും അത്രേ. അപ്പൊ അത് അങ്ങനെ ഒരു സ്വാദ്. അങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം. ഞാൻ ഇത്തവണ കടു പൊട്ടിച്ചോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. എനിക്കത് ഇങ്ങനെ ഇപ്പൊ ഈ കറി കാണിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അത് സാധാരണ ചെയ്യാത്തൊരു കാര്യമാണ്. ഇതെന്തോ അങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ. അപ്പൊ ഏട്ടന് ഞാനൊരു കിണ്ണം ചോറും അതിൽ മീൻകറിയും മീൻ വറുത്തെല്ലാം കൊടുത്തു. ഇതാ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മത്തിക്കറി, മത്തി വറുത്തതും ഈ കറിയും കൂടി കണ്ടപ്പോ വല്ലാത്തൊരു വിശപ്പ്. അപ്പൊ ഞാൻ സ്ഥിരം കഴിക്കുന്ന ചോറിനേക്കാളും ഒരു ഇത്തിരി അധികം ചോറിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.